പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നാട്ടിൽ സമുദായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ഹീനമായ ലക്ഷ്യം അതുമാത്രമേ മുസ്ലിം ലീഗിനും KM ഷാജിക്കുമുള്ളൂ. ഇനി അടുത്ത നുണ. പിണറായിയുടെ സഹോദരൻ പാറപ്പുറം പള്ളി പൊളിച്ച കേസിൽ പ്രതിയാണെന്ന് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്നൊരു പച്ചക്കള്ളം KM ഷാജി പറഞ്ഞു നടക്കുന്നുണ്ട്. KM ഷാജി മാത്രമല്ല അത് പറയുന്നത്, വേറൊരാൾ ഇതേ കാര്യം പറയുന്നത് നമുക്ക് കാണാം. സംഘപരിവാരം പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പള്ളികളുടെ ലിസ്റ്റിൽ ഈ പള്ളിയും എടുക്കുമ്പോ ആ തകർത്ത് കളഞ്ഞ കുറ്റവാളികളുടെ പേര് പുറത്തു വരുമ്പോ കേരളത്തിന്റെ ഇന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ സഹോദരൻ പിണറായി കുമാരനും അതിലൊരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് അഫ്സൽ ഖ്വാസിമിക്കും ലീഗ് നേതാവ് KM ഷാജിക്കും ഒരേ നാവ്, ഒരേ സ്വരം, ഒരേ കള്ളം. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഏത് പേജിലാണ് പിണറായിയുടെ സഹോദരന്റെ പേര് പറയുന്നത് എന്ന് ചോദിക്കാൻ 56 മിനിറ്റ് നേരം KM ഷാജിയുമായി സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടും നിഷാദ് റാവുത്തർ ചോദിച്ചില്ല. ഏത് സ്റ്റേഷനിലെ FIRലാണ് ആ പേരുള്ളതെന്ന് പറയാൻ KM ഷാജിയോട് നിഷാദ് റാവുത്തരും മീഡിയ ഒന്നും ആവശ്യപ്പെടുന്നുമില്ല. എന്ന് മാത്രമല്ല, പ്രസക്തമായ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ആ ആരോപണത്തിൽ KM ഷാജി ഉറച്ചു നിൽക്കുന്നുവെന്ന് ഒരു വീഡിയോ സ്റ്റോറി മീഡിയ വൺ വേറെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. KM ഷാജിയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് മറിച്ചു നോക്കാൻ പ്രമോദ് രാമന് എഡിറ്റോറിയൽ ചുമതലയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ തോന്നിയില്ലല്ലോ. നിങ്ങളുടെ ചാനലിൽ ഇരുന്നല്ലേ KM ഷാജി ഈ പച്ചക്കള്ളം വീണ്ടും ആവർത്തിച്ചത്? പിണറായി വിജയന്റെ സഹോദരൻ പള്ളി പൊളിച്ച കേസിൽ പ്രതിയാണെന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന KM ഷാജിയുടെയും അഫ്സൽ ഖ്വാസിമിയുടെയും ലക്ഷ്യം എന്താണ്? വെറുതെ ഒരു നുണയെന്ന് പറഞ്ഞു പോവുകയല്ലോ. ഇവിടെ ഷാജി നിർമ്മിച്ച കള്ളം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് ഏറ്റുപിടിച്ചതാണോ അതോ പോപ്പുലർ ഫ്രണ്ട് നിർമ്മിച്ച കള്ളം KM ഷാജി ഏറ്റുപിടിച്ചതോ? ഈ രണ്ടുപേർക്കും ഒരേ നാവെന്നത് ഒരു വാർത്തയല്ലേ മിസ്റ്റർ പ്രമോദ് രാമൻ?